Hi everyone. ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്ന പേപ്പറിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. ദാറ്റ് ഈസ് ടൂറിസം ഡിമാൻഡ് ആൻഡ് ഗ്രീൻ ടൂറിസം. എന്താണ് ടൂറിസം ഡിമാൻഡ്? അതോടൊപ്പം തന്നെ ത്രീ കൺസെപ്റ്റ് ഓഫ് ടൂറിസം ഡിമാൻഡ്, ഗ്രീൻ ടൂറിസം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, ടൂറിസം ഡിമാൻഡ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ഹൂ ട്രാവൽ ഓർ വിഷ് ടു ട്രാവൽ ടു യൂസ് ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ആറ്റ് പ്ലേസ് away from their places of work and residence, and also it is the relationship between individuals' motivation to travel and their ability to do so. അതായത് ടൂറിസം ഡിമാൻഡ് നമ്മൾ സാധാരണ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി നമ്മൾക്ക് എന്താണെന്നുള്ള അറിയാം. നമ്മൾ കൃത്യമായിട്ട് ഡിമാൻഡ് ഷെഡ്യൂളിനൊക്കെ കുറിച്ച് കൃത്യമായിട്ട് നമ്മളുടെ പ്രീവിയസ് പേപ്പേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂറിസം ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ഹോം പ്ലേസിൽ നിന്ന് വ്യത്യാസമായി അവിടെ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് വർക്കിന് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം റിക്രിയേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പിക്നിക്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ടൂറിസം ഫെസിലിറ്റീസും സർവീസസും യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിനെയാണ്. അത് എത്രത്തോളം ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് ആ സ്വദേശത്തുള്ള ആളുകളല്ലാത്തവർ എത്രത്തോളം ആളുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നതിനെയാണ് ടൂറിസം ഡിമാൻഡ് എന്ന് പറയുന്നത്. അഥവാ ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ഹൂ ട്രാവൽ ഓർ വിഷ് ടു ട്രാവൽ ടു യൂസ് ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് അറ്റ് പ്ലേസസ് അവേ ഫ്രം ദെയർ പ്ലേസ്. എത്ര ആളുകൾ അവരുടെ വീട് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവരുടെ സ്വദേശം, അതും അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്നതിൽ കവിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, അവിടെ എത്രത്തോളം ആളുകൾ ഇതുപോലെ വരുന്നുണ്ട്, അതിനെയാണ് ആ ഒരു നമ്പർ ഓഫ് ഇതിനെയാണ് ടൂറിസം ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് മോട്ടിവേഷൻ ടു ട്രാവൽ ആൻഡ് ദെയർ എബിലിറ്റി ടു ഡു. ഇത് ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ്റെയും അതുപോലെ തന്നെ ദെയർ എബിലിറ്റി, അവിടേക്ക് അവർക്ക് എത്താനുള്ളതിൻ്റെയും ആ ഒരു എബിലിറ്റിയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ടൂറിസം ഡിമാൻഡ് എന്നാണ്. ഓക്കെ, അവർ ആ ഒരു പ്ലേസിലോട്ട് യാത്ര ചെയ്യാനുള്ള അവരുടെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ അവരുടെ അതിനുള്ള എബിലിറ്റിയും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൂറിസം ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ടൂറിസം ഡിമാൻഡ്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്പർ 9 2011 പ്രൊഫസർ നിമിത് ചൗധരി IITM defining tourism demand: economic schedule of the amount of any product or service that people are will specific price in set of possible prices during specific period of time. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് സമയത്ത് ആളുകൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങാൻ വില്ലിങ് ആവാം, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാൻ വില്ലിങ് ആവുന്നതിനെയാണ് ടൂറിസം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്നാണ് നിമിത് ചൗധരി പറയുന്നത്. ഓക്കെ, സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയർ, വൈ പീപ്പിൾ വിൽ ആസ്ക് ഫോർ ടൂറിസം ജിയോഗ്രഫീസ്, ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ട്രാവൽ ഓർ വിഷ് ടു ട്രാവൽ ടു യൂസ് ടൂറിസം ഫെസിലിറ്റീസ് ആൻഡ് പ്രൈസസ് ആറ്റ്. അദ്ദേഹം പറയുന്നത് ഒരു ടൂറിസം ഫെസിലിറ്റീസും അല്ലെങ്കിൽ ടൂറിസം സർവീസസ് ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു സ്ഥലം
ആളുകൾ സന്ദർശിക്കുന്നത് അത് എങ്ങനെയായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അത് അവരുടെ വീട് നിൽക്കുന്ന സ്ഥലം, എവേ ഫ്രം ദെയർ പ്ലേസസ് ആൻഡ് ദെയർ വർക്ക് പ്ലേസിൽ നിന്നും അവരുടെ ഹോം പ്ലേസിൽ നിന്നും എവേ ആയിരിക്കും, ദൂരെ ആയിരിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കണം. ആ ഒരു സ്ഥലത്ത് ആ ഒരു ടൂറിസം പ്ലേസിനെ മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതായിരിക്കണം മെയിൻ മോട്ടീവ്, അവിടെ സഞ്ചരിക്കുന്ന ആ ഒരു നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് ടൂറിസം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്നാണ് നിവിക് ചൗധരി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ടൂറിസം ഡിമാൻഡ്. ഏതൊക്കെ തരത്തിലുള്ള ടൂറിസം ഡിമാൻഡുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. What was the 3 concepts of demand? November 9, 2011, Nimit Chowdhury, IITM, for 3 concepts of demand: effective, actual demand, suppressed demand, non-demand. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് 3 concepts of ഡിമാൻഡ്സിനെ കുറിച്ചാണ്. ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് ഡിമാൻഡ്, സെക്കൻഡ് വൺ ഈസ് സപ്രസ്ഡ് ഡിമാൻഡ് ആൻഡ് നോൺ ഡിമാൻഡ്. എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ്? എഫക്റ്റീവ് ഡിമാൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ടൂറിസം ഓർ ദോസ് ഹു ആർ ട്രാവലിംഗ്. That is, factor tourism commonly and easily measured bulk of tourism status refers to effective demands. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ടൂറിസം ആൻഡ് ദോസ് ഹു ആർ ട്രാവലിംഗ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു പ്ലേസിലെ ആക്ച്വൽ നമ്പർ ഓഫ് ട്രാവലേഴ്സിനെ അല്ലെങ്കിൽ ടൂറിസ്റ്റിനെയാണ് ടൂറിസത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഫാക്ട് ടൂറിസം കോമൺലി യൂസ്ഡ് മെഷർലി ബൾക്ക് ടൂറിസം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂറിസം. ഓക്കെ, നെക്സ്റ്റ് സപ്രസ്ഡ് ഡിമാൻഡ്. എന്താണ് സപ്രസ്ഡ് ഡിമാൻഡ്? സപ്രസ്ഡ് ഡിമാൻഡ് കംപ്രൈസസ് ഓഫ് പീപ്പിൾ ഹു വുഡ് ലൈക്ക് ടു ട്രാവൽ ബട്ട് ഡു നോട്ട് ട്രാവൽ ഫോർ സം പർപ്പസ്. പൊട്ടൻഷ്യൽ ഡിമാൻഡ് റെഫേഴ്സ് ടു ദോസ് ഹു വുഡ് ട്രാവൽ അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ് സർക്കംസ്റ്റാൻസസ്. നമ്മൾ ഫസ്റ്റ് ഡിമാൻഡ് പറഞ്ഞു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ട്രാവൽ ചെയ്യുന്നത് അവരെ കുറിച്ചാണ് പറഞ്ഞത്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ടൂറിസം ഹൂ ഓർ ദോസ് ഹൂ ആർ ട്രാവലിംഗ്, അവരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഹൂ ആർ ട്രാവലിംഗ് എന്നതിനെ കുറിച്ച്, എഫക്റ്റീവ് നമ്പർ ഓഫ് പേഴ്സൺസിനെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെ കുറിച്ച് മാത്രമാണ് എഫക്റ്റീവ് ഡിമാൻഡ് പറയുന്നത്. പക്ഷേ സപ്രസ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഹു വുഡ് ലൈക്ക് ടു ട്രാവൽ ആൾസോ, ആർക്കാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അത് സാധിച്ചില്ല, ഫ്യൂച്ചറിൽ അവർ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിനെയും കൂടിയാണ് സപ്രസ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പർച്ചേസിംഗ് പവർ ഓർ ലിവിങ് entitlement may increase defined demand. Defined demand is a demand postponed due to problem in supply environment, lack of capacity in accommodation. Next is no demand. No demand, those who simply do not wish to travel or unable to travel, കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ കാറ്റഗറി ഓഫ് നോൺ ഡിമാൻഡ്. നോൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത, ഡു നോട്ട് വിഷ് ടു ട്രാവൽ ആൻഡ് അനേബിൾ ടു ട്രാവൽ, ഓർ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല, അതിനെയാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയെയാണ് നമ്മളെന്ത് പറയുന്നത് നോൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് എഫക്റ്റീവ് ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പാർട്ടിസിപ്പൻസ് ഓഫ് ട്രാവൽ, ആ ഒരു ട്രാവലിങ്ങിൽ ആക്ച്വലായിട്ട് അതായത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സപ്രസ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ദ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഓഫ് ടൂറിസം ബട്ട് ആൾസോ ഹൂ വിഷ് ടു ട്രാവൽ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ആരാണ് യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരെയും കൂടി കൂട്ടിയിട്ടുള്ളതാണ് സപ്രസ്ഡ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഹൂ വുഡ് ലൈക്ക് ടു ട്രാവൽ, ആർക്കാണോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് അവരെയും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ആ ഒരു പ്രദേശത്തേക്ക്. നോൺ ഡിമാൻഡ് എന്ന് പറയുന്നത്
who simply do not wish to travel. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രീൻ ടൂറിസം. എന്താണ് ഗ്രീൻ ടൂറിസം എന്നുള്ളതിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഒരു ചെറുതായിട്ട് തുടക്കം വിടുക എന്നുള്ളതാണ്. ഗ്രീൻ ടൂറിസം also known as nature based or sustainable tourism is in green demand. It will continue its growth in the future since many travelers are now aware of the negative impact of tourism might have on the environment and have therefore become more responsible with regard to sustainability. സസ്റ്റൈനബിൾ ടൂറിസം അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒന്നും കൂടി പറയും നേച്ചർ ബേസ്ഡ് ടൂറിസം എന്നതാണ് ഗ്രീൻ ടൂറിസം. അഥവാ ഗ്രീൻ ടൂറിസത്തിൻ്റെ അതോ നെയിംസാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കറിയാം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എൻവിയോൺമെൻറ്റിന് അഥവാ നേച്ചറിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിയായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ, ടൂറിസം പ്ലേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അതുപോലെ അവിടെ വേസ്റ്റാക്കി ഇടുന്ന സമ്പ്രദായങ്ങൾ, അതിലൂടെ ആ ഒരു എൻവിയോൺമെൻറ്റിന് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ, തീം പാർക്കുകൾ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കുന്ന തീം പാർക്കുകൾ പലപ്പോഴും പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരാത്ത രൂപത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ പരിസ്ഥിതിക്ക് കോട്ടം പറ്റുന്ന രൂപത്തിലുള്ള ടൂറിസം ഉണ്ടാവുന്നതോടു കൂടിയാണ് ഈ ഗ്രീൻ ടൂറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അഥവാ പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ഡിഫക്റ്റുകളും സംഭവിക്കാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു ടൂറിസത്തെയാണ് നമ്മൾ ഗ്രീൻ ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.